ഞാൻ മെനഞ്ഞാന്നൊരു വീഡിയോ ചെറുതായിട്ട് എൻ്റെ അവസ്ഥ പറഞ്ഞ് പോസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പം വീണ്ടും ചെറിയൊരു വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. ഇപ്പം കാണുന്നത് ഞാൻ കിടക്കുന്ന മുറിയും ഞാൻ കിടക്കുന്ന കട്ടിലുമാണിത്. ഈ കട്ടിലിൽ ഒരു പാവിരിക്കാനോ ഒരു തുണി വിരിച്ച് കിടക്കാനോ ഒരു ഷീറ്റ് വിരിച്ച് കിടക്കാനോ ഇല്ലാഞ്ഞിട്ടല്ല. കാരണം ഇതെല്ലാം ഷീറ്റ്, തലാണി എല്ലാം ഉണ്ട്. ഇതെല്ലാം കെമിക്കൽ അടിച്ച് ഇട്ടേക്കുവാണ്. കെമിക്കലെന്ന് പറഞ്ഞാൽ ദേഹത്ത് തൊട്ടാൽ ഉടനെ പുകഞ്ഞ് നമ്മൾ മയങ്ങി വീഴുന്ന കെമിക്കലാണ് ഇതെല്ലാം അടിച്ചു വച്ചിരിക്കുന്നത്. പായുണ്ട്, ഇതുണ്ട്, ഷീറ്റുണ്ട്, തലാണിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ കെമിക്കൽ അടിച്ച് വെച്ചേക്കാണ്. ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ വീടിൻ്റെ തെക്കേലെ തെങ്ങുവിളയിൽ ഗംഗാധരൻ മകൻ ഹരിയാണ് ഇതെല്ലാം ചെയ്തു വെക്കുന്നത്. കാരണം ഞാൻ മയങ്ങി വീണ് ചാകുകയോ അല്ലെങ്കിൽ എനിക്ക് മാനസികമായി ഭ്രാന്താവുകയോ ചെയ്യാനുള്ള ഇതിനു വേണ്ടി ചെയ്തു വെക്കുന്നതാണ്. കണ്ടോ, ഇതെല്ലാം കെമിക്കൽ അടിച്ചിട്ടേക്കുവാണ്. ഞാൻ ബിസ്ക്കറ്റൊക്കെ മേടിച്ച് കഴിക്കാൻ വെച്ചേക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. എല്ലാം കെമിക്കൽ അടിച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. ഇതെല്ലാം വെള്ളമാണ്, വെള്ളം കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളമാണ് കൊണ്ടുവച്ചേക്കുന്നത്. അത് പറ്റത്തില്ല കുടിക്കാൻ. അതിലെല്ലാം കെമിക്കൽ അടിച്ച് വെച്ചേക്കണം. ഹരിയാണ് അവൻ. ഇവിടെ ഞാൻ രാവിലെ 6 മണി 6:30 ആകുമ്പോഴത്തേക്ക് ലോട്ടറി വിൽക്കാനായിട്ട് പോകും. പിന്നെ വീട്ടിൽ മോനും ഭാര്യയും അവരും 7 മണിയാകുമ്പോഴത്തേക്ക് പോകും. പോയി കഴിഞ്ഞാൽ പിന്നെ ഇവന ബലാത്കാരം വീട്ടിൽ അതിക്രമിച്ച് കയറി ചെയ്യുന്നതാണ് ഈ കെമിക്കലെല്ലാം. കണ്ടോ, കെമിക്കലടിച്ച തുണിയെല്ലാം ഇവിടെ കൂട്ടിയിട്ടേക്കുവാണ്. ഇതെല്ലാം കഴുകാനുള്ളതാണ്. ഇതെല്ലാം കൂട്ടിയിട്ടേക്കുവാണ്. എനിക്ക് കഴുകാനുള്ള ആരോഗ്യ പ്രശ്നമുണ്ട്. ഒരു തുണി മാത്രമേ ഞാൻ കഴുകൂ. കാരണം കൂടുതൽ കഴുകിയിട്ടാലും അത് കെമിക്കൽ അടിച്ച് വീണ്ടും കേടാക്കും. ഇവൻ കയറുന്നതെന്ന് പറഞ്ഞാൽ പെര പൂട്ടിയാലും അവന് പ്രശ്നമില്ല. അവൻ ആദ്യം കയറിക്കൊണ്ടിരുന്ന ഈ പാസേജിൽ കൂടിയാണ്. കണ്ടോ, ഈ പാസേജിൽ കൂടെ കയറിയിട്ട് താഴെ ഇറങ്ങും. പക്ഷെ അന്ന് ഞാനിത് എർത്തൊന്നും വെച്ചിട്ടില്ലായിരുന്നു. എനിക്കിത് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത് എർത്ത് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. കമ്പിയും ഇരുമ്പിൻ്റെ തകിടും ഒക്കെ വെച്ച് എർത്ത് പിടിപ്പിച്ച് വെച്ചേക്കുന്നത്. അതായി കഴിഞ്ഞപ്പം, ഇതിലേ ഇറങ്ങാൻ പറ്റാതെ ആയിക്കഴിഞ്ഞപ്പം പിന്നെ അവൻ്റെ ഇറക്കം, അതിക്രമിച്ച് കയറി ഇറക്കം ഈ മുറി കൂടിയാണ്. ഈ മുറി കൂടെ എന്ന് പറഞ്ഞാൽ കണ്ടോ, ഷീറ്റ് അവിടുത്തെ ആൾ ഷീറ്റ് ഇളക്കിയിട്ട് പൊക്കാം. ആണിയൊന്നുമില്ല, സ്ക്രൂ ഒന്നും കൊടുത്തിട്ടില്ല. അത് പൊക്കിയിട്ട് അതിലേ ഇറങ്ങി ഇവിടെ ഇറങ്ങി അവനിതെല്ലാം അതുവഴി ഇറങ്ങി ഇതിലെയാണ് കയറി
ഇതിൻ്റെ അകത്ത് കടന്നിട്ടാണ് ഇവൻ ഈ കൊടും ക്രൂരതയെല്ലാം കാണിച്ചു വെക്കുന്നത്. എൻ്റെ ആഹാരത്തിലായാലും ഞാൻ കൊണ്ടുവന്ന ആഹാരത്തിലായാലും കൊണ്ടുവെക്കുന്ന ആഹാരത്തിലായാലും വെള്ളത്തിലായാലും എല്ലാം ഇവൻ കെമിക്കൽ അടിച്ച് വെക്കും. ഇപ്പം ഇന്നെന്ന് പറഞ്ഞാൽ 11/11/2025 ഡേറ്റ്. ഞാനിപ്പോൾ ആഹാരം കൊണ്ട് വെച്ചേക്കുവാണ്. എനിക്ക് പേടിച്ചാണ് വെച്ചേക്കുന്നത്. വെള്ളവും അതുകൊണ്ട് നോക്കിയാണ് ഇരിക്കുന്നത് ഞാൻ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഇതിനു വേണ്ടി പോലീസിലും എല്ലാം പരാതി കൊടുത്തതാണ്. മുഖ്യമന്ത്രിക്ക്, പിന്നെ കുറത്തേട് പോലീസിൽ എല്ലാം പരാതി കൊടുത്തതാണ്. ഞാനൊരു കട്ടാക്കുവാണ്. 1 മിനിറ്റ്.